നമസ്കാരം. പ്രതാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരയ്ക്കാത്ത ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി പുളിങ്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് 200 ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം. 10 ചെറുള്ളി, അത് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവനെ തന്നെയാണ്, അതുകൂടി ചേർക്കാം. 2 പച്ചമുളക് രണ്ടായി കീറിയത്, ഒരൽപ്പം കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഞാനിപ്പോൾ ഈ കഷ്ണത്തിന് നികക്കെ വെള്ളം ഒഴിച്ച് വേവിക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി വേവിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് തേങ്ങ അരയ്ക്കാത്ത കറി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തി പിഴിഞ്ഞെടുത്താണ് അത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതേ നന്നായി തിളച്ച് പുളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 4 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത്, 3 വറ്റൽമുളക്, ഒരൽപ്പം കറിവേപ്പില. അപ്പോൾ അത് ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇളക്കി ഒഴിപ്പിക്കുക. മല്ലിപ്പൊടിക്ക് ഒരൽപ്പം മൂപ്പ് ഉള്ളതുകൊണ്ട് അത് ആദ്യം ഇട്ട് മൂപ്പിച്ചാൽ നന്നായിട്ട് മുറിഞ്ഞ് കിട്ടും. ഈ സമയത്ത് പൊടികൾ ചേർക്കണതിൻ്റെ ഗുണം അതിന് ഒരു ചെറിയ വേറെ രുചി കിട്ടും. പൊടിയെല്ലാം വറുത്ത് ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേങ്ങ വറുത്തരച്ചും ഇതുപോലെ തന്നെ തയ്യാറാക്കാം കേട്ടോ. തേങ്ങ വറുത്തരയ്ക്കാതെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കറി തയ്യാറാക്കാൻ പറ്റും. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇനി അതൊരു 2 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഈ പൊടി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഒരു അല്പം കൊഴുപ്പ് കൂടി വേണമെന്നുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കഷ്ണം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങല്ലേ, ചെറുതായിട്ടൊന്ന് അങ്ങ് ഉടച്ച് കുറച്ച് കഷ്ണങ്ങൾ ചെറുതായിട്ട് അങ്ങ് ഉടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി നല്ല കൊഴുപ്പിന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങും ചെറുള്ളിയും കൂടിയിട്ടുള്ള പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറ് ചോറാനായിട്ട്. അടിപൊളി, സൂപ്പർ, എന്താ രുചി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ കറിയും തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.